ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കാണിക്കുന്നത് സൗമിത്രയാണെങ്കിൽ ഒരു കപട നാടകം നടത്താട്ടോ ചെയ്യുന്നത്. ബലരാമനെ തൻ്റെ വരുതിയിലാക്കണം, അങ്ങനെ സാഗറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബാലുവിനെ കൊണ്ട് ഒരു കള്ളനാടകം അഭിനയിച്ച് തീർപ്പിക്കുക കേട്ടോ. അതോടുകൂടി തന്നെ ബലരാമന് വാശിയും ദേഷ്യവും കൂടി ഇത്രയും പെട്ടെന്ന് തന്നെ അയാളെ ഞാൻ വകവരുത്തും എന്ന രീതിയിലായി. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലാണ് കേട്ടോ ചെയ്യുന്നത്. മഹിയും അതുപോലെ കൃഷും കൺമണിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ പുതിയൊരു ഡിസൈനറാണല്ലോ ശ്രീലക്ഷ്മി, അവൾ വരിക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വന്നതിന് ശേഷം തന്നെ അവൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ കൺമണിയോടും അതുപോലെ സാറിനോടൊക്കെ ചെയ്ത തെറ്റാണ്, എനിക്കിവിടെ ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ മാനസ മേഡാണ് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ചോദിച്ചത് മാനസ മേഡാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അലിഗയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ വലിയൊരു ഡിസൈനർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ശങ്കർ മോഹൻദാസിൻ്റെ ആ ഡിസൈൻ കൺമണി തന്നെ ചെയ്യണം. കാരണം കൺമണിനെ അസിസ്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇനി നിൽക്കുന്നത്. കൺമണി തന്നെയാണ് ഇവിടുത്തെ ചീഫ് എന്നൊക്കെ പറഞ്ഞ് കൺമണി അങ്ങ് സോപ്പിടുക കേട്ടോ. കാരണം ഇതെല്ലാം തന്നെ പ്ലാനിങ് നമ്മുടെ മാനസയുടെയാണ് കേട്ടോ. അവരോട് അടുത്തിട്ട് വേണം അവരെ തമ്മിൽ അകറ്റാൻ എന്നുള്ള കാര്യം എന്തായാലും മാനസ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഫ്ലാറ്റ് അവാർഡോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പിന്നീടാണ് കാണിക്കുന്നത് ബലരാമനെയാണ് ആ ക്രിമിനൽ ലോയർ വിളിക്കുന്നു. അതിന് വിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം അനുവദിക്കാനായി. മാത്രമല്ല സാഗർ വരുന്നുണ്ട് ഇത്രയും നാളെ. എത്രയും പെട്ടെന്ന് തന്നെ സാഗറിനെ എൻ്റെ മുന്നിൽ എത്തിക്കണം. കാരണം പാവം ബാലു സാറിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമാണെന്നുള്ള രീതിയിൽ കുറച്ചും കൂടി കൂട്ടി പറയാനായിട്ട് ആ വക്കീൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേനും ബലരാമന് ഒന്നുകൂടി ദേഷ്യം കൂടാണ്. എന്നെ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ സാഗറിനെ ഇവിടെ എത്തിക്കുക, അല്ലെങ്കിൽ എന്നെ ആ സാഗർ നിൽക്കണ എവിടെയാ വെച്ചാൽ അവിടേക്ക് എത്തിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണം സർ എന്ന് പറയുന്നുണ്ട്. അത് തന്നെ ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയുക കേട്ടോ. പിന്നീട് ഭാഗ്യശ്രീ ആണെങ്കിലോ നമ്മുടെ കൺമണിയെ വിളിക്കുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ഭാഗ്യശ്രീ അറിഞ്ഞിരിക്കാം മുൻകൂട്ടി. ഇതെല്ലാം കൺമണിയോട് പറയണം. കാരണം പറഞ്ഞാൽ അവൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചോളും. അങ്ങനെ ഭാഗ്യശ്രീ തുറന്ന് പറയുമ്പോഴത്തേനും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. കൺമണി ഒരു കാര്യം ചെയ്യേ, കൺമണിക്ക് ഏറ്റവും വിശ്വസ്തയുള്ള ആൾക്കാരോട് എല്ലാവരോടും പറയും, കുറച്ച് കരുതിയിരിക്കാൻ പറയും. കാരണം സാഗർ സാർ വന്നിട്ടുണ്ടെങ്കിൽ അന്ത്യം തന്നെയായിരിക്കും അവസ്ഥ. കാരണം എൻ്റെ അമ്മയും അതുപോലെ അച്ഛനും ദയാദാക്ഷിണ്യം ഇല്ലാത്ത ആൾക്കാരാണ്. അവരെന്തും ചെയ്യും, ഏട്ടനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും. ഏട്ടനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ ജയിലിലേക്ക് എന്നെ കടത്തി വിടുന്നില്ല. ഫോണാണെങ്കിലും ആ സഹദേവൻ ചേട്ടന് കൊടുക്കുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ രീതിയിലേക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കൺമണിയുടെ രീതിയിൽ തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പറയാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഈ വിവരം നമ്മുടെ ദേവ്ജിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ കൺമണി. സർ വലിയൊരു കാര്യം നടക്കാനായിട്ട് പോകുന്നു. കാരണം ബലരാമൻ പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ സാഗർ സാറിനെ അപായപ്പെടുത്താനാണ് തീരുമാനം. കാര്യങ്ങളൊക്കെ ഭാഗ്യശ്രീ, അതായത് ബലരാമൻ്റെ അനിയത്തി എന്നെ വിളിച്ച് പറഞ്ഞതാണെന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യ് കൺമണി, കൃഷുമായിട്ട് വീട്ടിലേക്ക് വായെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ദേവ്ജിയാണെങ്കിൽ ആ രഹസ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സാഗർ നാളെ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ബലരാമിന് ജാമ്യം നേടിക്കൊടുക്കാനാണ്. കൃപയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവൾ സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നു കേട്ടോ. കൃപയുടെ ആഗ്രഹം ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് അംഗീകരിക്കുന്നു. പക്ഷേ ഇത് ചെയ്യാനായിട്ട് പാടില്ല സർ. ഇങ്ങനെ അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിക്കും. അത് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും കൃഷി വരട്ടെ, നമുക്ക് വേണ്ട പോലെ ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടക്കട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് കൃഷ്ണനൊരു കോൾ വരുന്നത്. ബാംഗ്ലൂരിലത്തെ കമ്പനിയിൽ നിന്നാണ്. അവിടെ റെയ്ഡ് നടക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. സർ ഉടനെ തന്നെ ഇവിടെ എത്തണം എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേനും റെയ്ഡോ എന്ന് പറഞ്ഞിട്ട് കൃഷി ഓടുക കേട്ടോ. അങ്ങനെ മാനസയും അതുപോലെ ആൻറ്റിയമ്മയും കൂടി അതുപോലെ തന്നെ മനസ്സിടെ അമ്മയും സംസാരിക്കുന്നുണ്ട്. ചേച്ചിയമ്മേ, ഇനി വെച്ച് നീട്ടാൻ പറ്റില്ല. എത്ര ദിവസമായി, വഴുകും തോറും നാണക്കേടാണ് ഞങ്ങൾക്ക്. അവന് താല്പര്യമില്ലെങ്കിൽ അത് സാഗറിനെ വിളിച്ച് ഞാൻ ഇപ്പോൾ തന്നെ പറയാമെന്ന് പറയുന്നു. എൻ്റെ അമ്മയാണെങ്കിൽ ഹേമ അവിടെ നിൽക്ക്, കുറച്ചും കൂടി നാളെ അവൻ വരികയല്ലേ, അവനോട് നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയാമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ക്രഷ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ആൻറ്റിയമ്മേ, ഞാൻ 2-3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. ബാംഗ്ലൂരിൽ നമ്മുടെ കമ്പനിയിൽ റെയ്ഡ് നടക്കുന്നുണ്ടെന്ന് പറയുന്നു. എനിക്ക് അവിടെ എത്തിയിരിക്കണം. റെയ്ഡോ എന്ന് കേൾക്കുമ്പോൾ ആൻറ്റിയമ്മ ഞെട്ടുന്നുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ കാരണം മാനസ തന്നെയാണ് കേട്ടോ. അപ്പോൾ മാനസ പറയുന്നുണ്ട്, കൃഷി എനിക്ക് കുറച്ച് സംസാരിക്കണം. ഇപ്പം എനിക്കൊന്നും സംസാരിക്കേണ്ട. എനിക്ക് എനിക്ക് അലിക തന്നെയാണ് വലുത്. എനിക്ക് പോകണം. ആൻറ്റി ഒന്നും വിചാരിക്കേണ്ട, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ മാനസ വിളിച്ചിട്ടും കൃഷി അവിടെ നിൽക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല. അങ്ങനെ പോവുക കേട്ടോ. ആ സമയത്ത് തന്നെ ആൻറ്റിയമ്മ
ടെൻഷനായിട്ട് മാനസി നീ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നു. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, എന്താ നീ ചെയ്തത്, എന്താ റെയ്ഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ കൃഷ് എന്ന് പറയുന്നു. കൺമണി ഒഴിവാക്കാൻ ഞാൻ എന്ത് കടുങ്കയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും നമ്മുടെ ആൻറ്റിയമ്മയ്ക്കൊരു ടെൻഷനാണ്. അലികയെ നശിപ്പിച്ചുകൊണ്ടുള്ളൊരു നേട്ടം ആൻറ്റിയമ്മയും പ്രതീക്ഷിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അതിനുശേഷം തന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാന്നുണ്ട് കൃഷ്. ആ സമയത്ത് തന്നെ ദേവ്ജി വിളിക്കുന്നുണ്ട്, എന്തായി കൃഷ്, ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണത്, എന്നാൽ പിന്നെ അത് അവിടെ നിർത്തിക്കോ, അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു കൃഷി എന്ന് പറയുന്നുണ്ട്. എന്താ സാറ് പറയുന്നത്? അതെ, അത് വെറുതെ ആയിരുന്നു, അതിൻ്റെ ഒരു 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 ഇൻഫർമേഷൻ കാരണം അവർ വന്നത് തന്നെയാണ്, പക്ഷേ ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻ കാരണം വന്നതാണ്. പക്ഷേ ഇതെല്ലാം തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫാണ് വിളിച്ചറിയിച്ചത്. അതിനിപ്പോൾ തന്നെ ടെർമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നശിപ്പിക്കാൻ ആരും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ അയാളൊരു പാവത്താനാണ്. പക്ഷേ അയാൾ വേറൊരാളുടെ വാക്കിന്മേലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കമ്പനിയിലെ എന്ന് പറയുന്നു. അതാരാണ്? അത് മാനസയാണ്. മാനസയ്ക്ക് 3 ദിവസം നിന്നെ മാറ്റിയെടുക്കണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണി എങ്ങനെയും പുകച്ച് പുറത്ത് കഴിക്കുന്ന ഉദ്ദേശത്തിലൂടെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയത്. പക്ഷേ അലികയ്ക്ക് അതൊരു നാണക്കേടായില്ല സർ, ഞാൻ അവളെ വെറുതെ വിടില്ല എന്ന് പറയുന്നു. അങ്ങനെ മാനസി എന്ന് വിചാരിച്ചിട്ട് ഓടിച്ചില്ല കേട്ടോ ചെയ്യുന്നത്. മാനസി അങ്ങനെ, നീ എന്ത് പണിയടി കാണിച്ചത്, അലികയെ നശിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടോ? നിനക്ക് ഈ 3 ദിവസം കൊണ്ട് കൺമണി ഇവിടെ നിന്ന് പുറത്താക്കണം. നല്ലൊരു ഡിസൈനറെ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് അലികയ്ക്ക് വേണ്ടി തന്നെയാടി, നീ എന്ത് വിചാരിച്ചിട്ട് നിനക്ക് ഇവിടെ നിന്ന് പുറത്ത് പോകാം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാട്ടോ കൃഷ്. എന്തായാലും കൃഷിൻ്റെ അത്രയും ദേഷ്യം വാശിയും കൂടി നിൽക്കാട്ടോ ചെയ്യുന്നത്. അലികയെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. പ്രമോ ആയിട്ട്